വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഇറ്റ്സ് ബനാസത്ത് ഖാലിദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണക്കാണ് നോക്കിയത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന പോർഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകളെ കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ സംഖ്യകളെ കുറിച്ച് മനസ്സിലാക്കി, ഇരട്ട സംഖ്യകളെ കുറിച്ച് മനസ്സിലാക്കി, അഭാജ്യ സംഖ്യകൾ, ഭാജ്യ സംഖ്യകൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എണ്ണൽ സംഖ്യയിൽ നിസർഗ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പഠിച്ചു. പിന്നെ ഇരട്ട സംഖ്യയുടെ തുക കണ്ടെത്താൻ പഠിച്ചു. അതുപോലെ തന്നെ ഒറ്റ സംഖ്യയുടെ തുക കണ്ടെത്താനും പഠിച്ചു. അതിൽ വ്യത്യസ്തപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു നോക്കി. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പറഞ്ഞു എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്താൻ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ എണ്ണൽ സംഖ്യയുടെ തുക നമ്മൾ 1 മുതൽ 100 വരെ അങ്ങനെയുള്ള ചോദ്യങ്ങളും ചെയ്യാൻ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന എണ്ണൽ സംഖ്യകളുടെ വർഗവും അതുപോലെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് എണ്ണൽ സംഖ്യയുടെ വർഗം എങ്ങനെയാണ്, വർഗങ്ങളുടെ തുക, എണ്ണൽ സംഖ്യയുടെ വർഗങ്ങളുടെ തുക എങ്ങനെയാണ് കണ്ടെത്താന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ് മനസ്സിലാക്കിയത് എണ്ണൽ സംഖ്യയുടെ വർഗങ്ങളുടെ തുകയാണ്. ഇനി മനസ്സിലാക്കാൻ പോകുന്നത് എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുകയാണ്. എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക എങ്ങനെ കണ്ടെത്താം? അതിന് ഉപയോഗിക്കുന്ന മാർഗമാണ് n × n+1/2. n × n+1 ഹോൾ ബൈ 2. അത് മൊത്തം ഹോൾ റേസ് ടു 2. അതായത് നമ്മൾ n × n+1/2 എന്താ പഠിച്ചത്? എണ്ണൽ സംഖ്യകളുടെ എവിടെ കണ്ടിട്ടുണ്ട്? എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്താൻ നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെയാണ്? n × n+1/2 എന്ന ഫോർമുലയാണ് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്താൻ ഉപയോഗിച്ചത് അല്ലെ. അതേ എണ്ണൽ സംഖ്യയുടെ തുകയിൽ ഇരട്ടിച്ച് അതിനെ ഇരട്ടിച്ച് എഴുതിയാൽ അത് എന്ത് കിട്ടും? എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക കിട്ടും. അപ്പൊ എന്താണ്? n × n+1 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ ചെയ്താൽ, അതിനെ സ്ക്വയർ ചെയ്താൽ, ആ എണ്ണൽ സംഖ്യയുടെ തുകയെ സ്ക്വയർ ചെയ്താൽ എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക നമുക്ക് കിട്ടും. എണ്ണൽ സംഖ്യയുടെ തുകയെ സ്ക്വയർ ചെയ്താൽ എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക കിട്ടും. എന്താണ്? എണ്ണൽ സംഖ്യയുടെ തുകയെ സ്ക്വയർ ചെയ്താൽ എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഒരു കണക്ക് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക എന്ന് കണ്ടെത്താൽ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുക 10 എണ്ണൽ സംഖ്യയാണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ തന്നെ n എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. അപ്പൊ n 10 ആണ്. നമുക്ക് 10 എന്ന് n ഇവിടെ കൊടുത്തു നോക്കാം. 10 ബ്രാക്കറ്റ് എടുത്ത് എഴുതുക. ഇനി n ന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക, പ്ലസ് അധികം 1 ഹോൾ ബൈ 2 അല്ലെ. 10 ബ്രാക്കറ്റിനകത്ത് 10 അധികം 1 ഹോൾ ബൈ 2. ഇനി അതിന് എന്ത് ചെയ്യാം? അതിന് നമ്മൾ സ്ക്വയർ ചെയ്യാം. ഇനി സ്ക്വയർ അടയാളം കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബ്രാക്കറ്റിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ എടുത്ത് എഴുതില്ല. 10. ഇനി ആ ബ്രാക്കറ്റിനകത്ത് എന്താ? 10 അധികം 1 ആണ് കൊടുത്തിരിക്കുന്നത്. അത് എത്രയാണ്? 11 ആണെന്ന് എടുത്ത് എഴുതുക. ഹോൾ ബൈ 2. ഇനി ഇതിനെ മൊത്തത്തിന് സ്ക്വയർ ചെയ്യാനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ആൻസർ നമ്മൾ ഇനി എങ്ങനെ എഴുതും? അതെ, 10 ഈ ബ്രാക്കറ്റിന് എടുത്ത് നമ്മൾ പുറത്തിടുമ്പോൾ ഗുണം അല്ലെ. 10 × 11/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 10 × 11/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി 10 × 11 എത്രയാണ്? 110 അല്ലെ. 110/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 110/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് എങ്ങനെ എഴുതാം? 110/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 110/2 × 110/2 എന്ന് കിട്ടും. എന്താണ്? 110/2 × 110/2 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ ഇതിനെ കട്ട് ചെയ്ത് പോകും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്ര വലിയ സംഖ്യകളായിട്ട് എഴുതാതെ തന്നെ നമുക്ക് ഇവിടെ ഇട്ടേന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. അതായത് 10 × 11/2 ഹോൾ സ്ക്വയർ എന്നാണ് കണ്ടെത്തിയത് അല്ലെ. ഇവിടെ 10ഉം 2 നമുക്ക് കട്ട് ചെയ്യാം. എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 10 2 കട്ട് ചെയ്യാം, 5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 5 × 11 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 5 × 11 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് 5 × 11 എത്രയാണ്? 55. 5 × 11 55 ആണ്. 55ന്റെ സ്ക്വയർ കണ്ടെത്തുക. 55ന്റെ സ്ക്വയർ കണ്ടെത്തുക. അപ്പൊ 55 × 55 എത്ര കിട്ടും? 3025 കിട്ടും. എത്രയാണ്? 3025 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക കണ്ടെത്തുന്നത്. എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക കണ്ടെത്താനുള്ള മാർഗം എങ്ങനെയാണ്? n × n+1/2 ഹോൾ സ്ക്വയർ. അപ്പൊ n × n+1/2 എന്ന് പറയുന്നത് എന്തിലാണ്? n × n+1 ഹോൾ ബൈ 2 എന്ന് പറയുന്നത് ഏതിൽ കണ്ടെത്തി? എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു അല്ലെ. അപ്പൊ അതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക കണ്ടെത്താൻ പറ്റും. അപ്പൊ n × n+1 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ അതാണ് എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക കണ്ടെത്താനുള്ള ഫോർമുല. അപ്പൊ നമ്മൾ 10 ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടെത്താൻ എന്ത് ചെയ്തു? 10 × 10 അധികം 1 ഹോൾ ബൈ 2
അതിന് ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യുക 10 × 10 + 1 11 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. ഇനി 10 × 11 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. ഇതിൽ 2ഉം 10ഉം കട്ട് ചെയ്ത് പോയി 5 എന്ന് കിട്ടും. അപ്പൊ 5 × 11 ഹോൾ സ്ക്വയർ എന്ന് എടുക്കുക. 5 × 11 എത്രയാണ്? 55 ആണ്. 55നെ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ ആയി 3025 നമുക്ക് കിട്ടും. ഇനി ഒരു കണക്കും കൂടി ഇതുപോലെ നമുക്ക് ചെയ്തു. ഇനി ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടെത്താം. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടെത്താം. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കാം. ക്യൂബിന്റെ തുകയാണെങ്കിൽ n × n+1 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 5 കൊടുക്കാം. 5 × 5 + 1 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി അതെങ്ങനെ കണ്ടെത്തും? 5 × 5 + 1 അതെന്തായി? 5 + 1 6. അപ്പൊ 5 × 6 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഇട്ട് തന്നെ ഇതിനെ ചെറുതാക്കിയിട്ട് കൊണ്ടുപോവാം. അപ്പൊ 2ഉം 6ഉം വെട്ടിപ്പോവും. ഇവിടെ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനി ബാക്കി എന്ത് കിട്ടി? 5 × 3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 5 × 3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 5 × 3 15 ആണ്. 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 225 ആണ്. 5 സ്ക്വയർ എത്രയാണ്? 225 ആണ്. ഒന്നും കൂടെ പറയാം. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക കണ്ടെത്താൻ n × n+1 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 5ന്റെ സ്ഥലത്ത് n ന്റെ സ്ഥലത്ത് 5 കൊടുക്കാം. 5 × 5 + 1 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ 5 × 5 + 1 എന്ന് പറയുന്നത് 6 ആണ്. ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യാനുള്ളത്. 5 × 6 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി 5 × 6 ഹോൾ സ്ക്വയർ 2ഉം 6ഉം നമുക്ക് ഹരിച്ച് വെട്ടി പോവാം. അപ്പൊ 3 എന്ന് കിട്ടും. 5 × 3 ഹോൾ സ്ക്വയർ, അതായത് 15 സ്ക്വയർ എന്ന് കിട്ടും. 225 ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടെത്താൻ പഠിച്ചു. അതുപോലെ എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുകയും കണ്ടെത്താൻ പറ്റും. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്ന് പറയുന്നത് n × n+1 × 2n+1 ഹോൾ ബൈ 6. എന്താണ്? n × n+1 × 2n+1 ഹോൾ ബൈ 6 ആണ് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. എന്നാൽ എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണൽ സംഖ്യയുടെ തുകയെ എന്താണ്? സ്ക്വയർ ചെയ്താൽ മതി. n × n+1 ഹോൾ ബൈ 2 ഹോൾ സ്ക്വയർ. ഇതാണ് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണെന്ന് എണ്ണൽ സംഖ്യകളുടെ തുക, വർഗ്ഗങ്ങളുടെ തുകയും അതുപോലെ എണ്ണൽ സംഖ്യയുടെ ക്യൂബുകളുടെ തുകയാണ് മനസ്സിലാക്കിയത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Students, bye from me. Thank you.